ഈശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏറെ ധന്യമായ ഒരു വേദിയിലാണ് നമ്മളെല്ലാം സംബന്ധിക്കുന്നത്. ഈയൊരു ധർമ്മ സമ്മേളനത്തിൽ, ധർമ്മ സന്ദേശയാത്രയുടെ പൊതുസമ്മേളനത്തിൽ തൻ്റെ ശാരീരികമായ അവസ്ഥാവിശേഷങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് പ്രായാധിക്യത്തിൽ കേവലം അനുഗ്രഹ ബുദ്ധിയോടുകൂടി പരമപൂജ്യ ഭൂമാനന്ദ തീർത്ഥസ്വാമികൾ സംബന്ധിക്കുക മാത്രമല്ല, ഹിന്ദു സമാജത്തിന് ഇന്ന് ലഭിക്കേണ്ടുന്ന വ്യക്തമായ ദിശാദർശനം നൽകി കഴിഞ്ഞു. അതിലേറെ ശാരീരികമായ പ്രായമുള്ള പരമപൂജ്യ മാതാജി ശാരദാ മഠത്തിൽ നിന്ന് വന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഇത് തന്നെ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഈയൊരു തൃശ്ശൂർ സമ്മേളനത്തിൻ്റെ വലിയൊരു ധന്യതയാണെന്ന് ഹാർദമായി എല്ലാവരുമായി പങ്കുവെക്കട്ടെ. ഈ കഴിഞ്ഞ 6-ാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രമായ കുദ്രോളി ഗോകർണനാഥീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചു ഈ യാത്ര. പറഞ്ഞതിൽ ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഗുരുദേവൻ ഹിന്ദു അല്ല, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ല എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞത്. 30-ലേറെ ക്ഷേത്രങ്ങൾ അവിടുന്ന് പ്രതിഷ്ഠിച്ചു. ധാർമ്മികമായി, യോഗശാസ്ത്രപരമായി, വേദാന്തശാസ്ത്രപരമായി, മന്ത്രശാസ്ത്രപരമായി അനേക ഗ്രന്ഥങ്ങൾ രചിച്ചു. എത്രയോ ഹിന്ദുധർമ്മ പ്രഭാഷണങ്ങൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. ആയിരക്കണക്കിന് പേരെ നാളെയിലേക്ക്, അതായത് ഇന്നലെകളിൽ ധർമ്മപ്രസാരകന്മാരായി വാർത്തെടുത്തു. അങ്ങനെയുള്ള ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള ഗോകർണനാഥീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം കൊളുത്തി വന്ന സമയത്ത് അവിടുത്തെ ക്ഷേത്രം തുറക്കുന്നതിന് കാത്തുനിന്ന് ഞങ്ങൾക്ക് വലിയ സ്വീകരണമായിരുന്നു അവിടെ ആദ്യം ലഭിച്ചത്. പക്ഷെ ക്ഷേത്രം തുറക്കുന്ന സമയമുണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് ദീപം കൊണ്ടുവന്ന് ട്രാഫിക്കിൻ്റെ എല്ലാം വിഷയങ്ങളെ കൊണ്ട് പറഞ്ഞതിനേക്കാൾ കുറച്ച് താമസിച്ചു കേരളത്തിലേക്ക് പ്രവേശിക്കാൻ. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് സജ്ജനങ്ങൾ തലപ്പാടിയിൽ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് അതൊക്കെ വീഡിയോകളിൽ കാണാൻ കഴിയും, ഒന്ന് കാണുക. ആയിരക്കണക്കിന് സജ്ജനങ്ങൾ ഈ സന്യാസിമാരുടെ വരവും കാത്ത് നേരമേറെ ഇരുട്ടിയിട്ടും തലപ്പാടിയിൽ കാത്തു നിൽക്കുകയാണ്.
അത് കഴിഞ്ഞ് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒന്നിനൊന്ന് മികച്ച ആയിരക്കണക്കിന് സജ്ജനങ്ങൾ പങ്കെടുത്ത ആവേശോജ്വലമായ പൊതുസമ്മേളനങ്ങൾ കഴിഞ്ഞു. അതുപോലെ സംഘാടകർ പ്രതീക്ഷിച്ചതിലേറെ ഹിന്ദുധർമ്മ സംഘടനാ പ്രവർത്തകരും സാമുദായിക സാംസ്കാരിക പ്രസ്ഥാന നേതാക്കന്മാരും യോഗ, വേദ, വേദാന്ത, വാസ്തു, ജ്യോതിഷ, തന്ത്ര തുടങ്ങിയ മേഖലകളിലെ ആചാര്യന്മാരും സംബന്ധിച്ച നേതൃസമ്മേളനങ്ങൾ കഴിഞ്ഞു. അനന്തരമാണ് ഈ തൃശ്ശിവപേരൂരിൽ, ഈ വടക്കുംനാഥ സന്നിധിയിൽ നമ്മളെല്ലാം ഒത്തുചേരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഏറെ ദീർഘമായൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല, അത് അനുചിതമാണ്. എങ്കിലും ഈ ധർമ്മ സന്ദേശയാത്രയുടെ ധർമ്മ സന്ദേശം എന്ന രീതിയിൽ സന്യാസിമാർ ഒത്തൊരുമിച്ചിരുന്ന് ചില മുഖ്യ വിഷയങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വിഷയങ്ങളുടെ ആവർത്തനമായിരിക്കും. കാരണം ഞങ്ങൾ നിശ്ചയിച്ച വിഷയമാണ്. കേരളത്തിൽ മുഴുവൻ, ഇന്നത്തെ കേരളത്തിൽ മുഴുവൻ നൽകേണ്ടുന്നത് ഇന്നതൊക്കെയാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വളരെ സംക്ഷിപ്തമായി ചിലത് പറയാം. നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും വാതോരാതെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനമില്ല. ഇന്നത്തെ സമാജത്തിൽ മയക്കുമരുന്നുകൾ പെരുകുന്നു, അല്ലെങ്കിൽ കുടുംബഛിദ്രതകൾ ഏറുന്നു, വിവാഹമോചനങ്ങൾ പെരുകുന്നു, ലക്ഷ്യബോധമില്ലായ്മ ഏറുന്നത് കാണുന്നു. ഇങ്ങനെയൊക്കെ പരാതികൾ, പ്രശ്നങ്ങൾ ഒട്ടനവധി നമുക്ക് പറയാൻ കഴിയും. പ്രശ്നകലുഷിതമായൊരു സമൂഹത്തിൽ വീണ്ടും പ്രശ്നങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാൽ ഇവയ്ക്കൊക്കെയും പരിഹാരമുണ്ട്, ഇവയ്ക്കൊക്കെയും പരിഹാരമുണ്ട്. ആ പരിഹാരത്തെ സമാജം ഒത്തൊരുമിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ മാർഗദർശക മണ്ഡലം ഇങ്ങനെയൊരു ധർമ്മ സന്ദേശയാത്ര ആലോചിച്ച് തീരുമാനിച്ചത്. ഇന്നിവിടെ കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളിലെയും പ്രത്യേകം മനസ്സിലാക്കുക, അത് ശ്രീരാമകൃഷ്ണ മിഷൻ ആവട്ടെ, ശാരദാ മഠമാവട്ടെ, ചിന്മയ മിഷൻ ആകട്ടെ, മാതാ അമൃതാനന്ദമയി മഠമാകട്ടെ, ശിവഗിരി മഠമാകട്ടെ, തീർത്ഥപാദാശ്രമമാകട്ടെ, സമ്പോധ് ഫൗണ്ടേഷൻ ആകട്ടെ, നിത്യാനന്ദാശ്രമമാകട്ടെ, ശിവാനന്ദാശ്രമമാകട്ടെ, പേര് പറയുമ്പോൾ പലതും വിട്ടുപോകും. ബ്രഹ്മകുമാരി വിശ്വവിദ്യാലയമാകട്ടെ, ശാന്തിഗിരി ആശ്രമമാകട്ടെ, ഇനി ഒറ്റപ്പെട്ട് പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന ആചാര്യന്മാരുടെ ആശ്രമങ്ങളാവട്ടെ, എല്ലാം ഒന്നുചേർന്ന് വന്ന് ഒന്നായി ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന യാത്രയാണിത്. അതാണിതിൻ്റെ സവിശേഷത, നമ്മൾ മനസ്സിലാക്കുക. ഇന്നിവിടെ ഈ വേദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ആർട്ട് ഓഫ് ലിവിങ്, പലതും പറയുമ്പോൾ വിട്ടുപോകും. എല്ലാവരും ചേർന്നിട്ടാണ്, എല്ലാവരും ചേർന്നാണ്. ഇന്ന് ഈ വേദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്ന് മാത്രമല്ല, സുധീരതയോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുലപതിയും ഈ സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. കേരള ആരോഗ്യ സർവകലാശാലയുടെ കുലപതിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മോഹൻജി. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്നവർ
ഈ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവര്, ധർമ്മജാഗരണത്തിന് ഇച്ഛിക്കുന്നവര് അതിനായിക്കൊണ്ട് ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരാണ്. ഇതിവിടെ മാത്രമല്ല, എല്ലാ ജില്ലകളിലും. കേരളത്തിൻ്റെ പ്രകടമായൊരു മാറ്റം, ആവർത്തിച്ച് പറയട്ടെ, പ്രകടമായൊരു മാറ്റം ഈ യാത്രകളിൽ ഉടനീളം നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, ശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ള, ആചാരനിഷ്ഠയുള്ള, ശാസ്ത്രബോധമുള്ള ഒരു സമാജത്തെ നമുക്ക് രൂപപ്പെടുത്തിയേ മതിയാവും. ഇല്ലായ്മകളെക്കുറിച്ചും വല്ലായ്മകളെക്കുറിച്ചും പറയുന്നത് നിർത്തുക. നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ സമാജത്തെ ശക്തമാക്കാം, സമ്പന്നമാക്കാം. ആ ശക്തി എല്ലാ മേഖലകളിലും വേണം. ആ ശക്തി നമുക്കില്ല എന്ന് ചിലർക്ക് തോന്നുന്നത് കൊണ്ടാണ് അത്യാചാരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ എന്തെല്ലാം റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്യത്ഭുതകരമായ റിപ്പോർട്ടുകളാണ്. നമുക്കറിയാം, കെമിസ്ട്രിയുടെ ആരംഭം ആൽക്കമിയിൽ നിന്നാണ്. അത് ചെമ്പിനെ സ്വർണമാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ ചെമ്പിനെ സ്വർണമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി പലരും പ്രവർത്തിച്ചിരുന്നു. അവരെയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഇന്നും പ്രാചീന ആൽക്കമിസ്റ്റുകളുടെ അവർ താമസിച്ചിരുന്ന സ്ട്രീറ്റുകളുണ്ട്. പ്രാഹയിൽ അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഞാൻ പോയി കാണുകയുണ്ടായിട്ടുണ്ട്. അവര് ചെമ്പിനെ സ്വർണമാക്കാൻ പരിശ്രമിച്ചവരാണ്. പക്ഷെ കേരളം അതിൽ വിജയിച്ചിരിക്കുന്നു. ചിന്തിക്കുക, സ്വർണത്തെ ചെമ്പാക്കുന്നു, ചെമ്പിനെ സ്വർണമാക്കുന്നു. ഇതിന് മുഴുവൻ കൂട്ടുനിൽക്കുന്നവര് ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലേക്ക് കുറ്റം ചാരി ഏതോ ചില വ്യക്തികളുടെ പേരിലേക്ക് മാത്രം കുറ്റം ചാരി വാർത്താമാധ്യമങ്ങളിൽ ഞെളിഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. അവിടെ വീണ്ടും കൊണ്ടുപോയി അറിവില്ല പൈതങ്ങളാണ് പൊന്ന് ഭഗവാനെ എന്നും പറഞ്ഞിട്ട് പണമിടുന്നു. അതെ, എത്ര ശരിയാ പറയുന്നത്. അറിവില്ല പൈതങ്ങളാണ് പൊന്ന് ഭഗവാനെ എന്ന് പറയുന്നത് എന്തൊരു ശരിയാ. അത് കേട്ട് ഭഗവാൻ നമ്മളെ അനുമോദിക്കും. നീ പറഞ്ഞത് വളരെ ശരിയാ. അതുകൊണ്ട് സർക്കാർ നിയന്ത്രിത ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, പ്രദക്ഷിണം ചെയ്യുക, അവിടുത്തെ പൂജ നടത്തുന്നതിനുള്ള വസ്തുക്കൾ സമർപ്പിക്കുക, എണ്ണ തുടങ്ങിയവ, പുഷ്പം തുടങ്ങിയവ. നായ പൈസ ഇടാതിരിക്കുക ഭണ്ഡാരത്തിൽ. ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് ധാരാളം ക്ഷേത്രങ്ങളിലുണ്ട്. നമ്മൾ മൊത്തം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 10,000-കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അവിടങ്ങളിൽ സമർപ്പിക്കുക. അത് ഹൈന്ദവ സേവാ പ്രവർത്തനത്തിന് വിനിയോഗിക്കപ്പെടും. കഷ്ടപ്പെടുന്നവർക്ക് ചികിത്സയ്ക്ക്, കഷ്ടപ്പെടുന്നവർക്ക് പഠന സൗകര്യങ്ങൾക്ക്, ദാരിദ്ര്യത്തിലമർന്ന കുട്ടികളുടെയും മറ്റും വിവാഹം നടത്തുന്നതിന്, ഇങ്ങനെ ഒട്ടനവധി കാര്യപരിപാടികൾ. ഒരുപാട് മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് നാളെയിലേക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഈ അവസ്ഥ, ഈ ചൂഷണത്തിന്റെ അവസ്ഥ നിർത്തിയേ മതിയാവും. അതിനുള്ള കരുത്ത് ഹൈന്ദവ സമാജത്തിനുണ്ടാവണം. അതിനുള്ള ബോധം ഹൈന്ദവ സമാജത്തിനുണ്ടാവണം. അറിവും
കരുത്തുമുള്ള സമാജം മാത്രമേ നിലനിൽക്കൂ. അതോടൊപ്പം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ നിലനിൽപ്പുള്ളൂ. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർക്ക് ഈ ലോകത്തിൽ നിലനിൽപ്പില്ല. ഉറപ്പാണത്. ഗ്രീസിലേക്ക് നോക്കിയാൽ മതി, റോമിലേക്ക് നോക്കിയാൽ മതി, ബാബിലോണിയൻ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരങ്ങളിലേക്ക് നോക്കിയാൽ മതി, മായൻ ഇൻകോ സംസ്കാരങ്ങളിലേക്ക് നോക്കിയാൽ മതി, ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കൃതികളുടെ അവസ്ഥ എന്തായെന്ന് പരിശോധിച്ചാൽ മതി. എല്ലായിടത്തും ഒന്നിന്റെ ആവർത്തനമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത സമാജങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇവിടങ്ങളിലെല്ലാം മഹത്വപൂർണമായ പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. എല്ലായിടത്തും ഈ സംസ്കാരങ്ങൾ മുഴുവൻ തച്ച് തകർക്കപ്പെട്ടു. ആരാൽ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ: മതത്താൽ, മതങ്ങളാൽ. മതങ്ങളാണ് സംസ്കാരത്തെ നശിപ്പിക്കുക. ചിലരെങ്കിലും ചിന്തിക്കും, എങ്ങനെ? സംസ്കൃതിയും മതവും വനവും തോട്ടവും പോലെയാണ്. വനം എന്നാൽ ആയിരക്കണക്കിന് സസ്യങ്ങൾ, വൃക്ഷജാലങ്ങളും വള്ളിപ്പടർപ്പുകൾ ഒന്നിച്ചിടകലർന്ന് സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്ന ഇടങ്ങളാണ്. അവിടെ ജന്തുക്കളും പക്ഷികളും മറ്റ് എല്ലാം ഒന്നിച്ച് ഇടപഴകി ജീവിക്കുന്നു. അത് ശ്യാമളമാണ്, സുന്ദരമാണ്, സുഖതമാണ്. അവിടെ വൈവിധ്യങ്ങളെ ആദരിക്കുന്നു. ഇതുപോലെയാണ് സംസ്കൃതി. നീ നിന്റെ വിശ്വാസത്തിൽ കഴിഞ്ഞുകൊള്ളൂ, നീ നിന്റെ ആചാരങ്ങളിൽ കഴിഞ്ഞുകൊള്ളൂ, ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും എൻ്റെ ആചാരങ്ങളിലും കഴിയും, ഞാൻ നിന്നെ നിന്ദിക്കാൻ വരില്ല, നീ എന്നെയും നിന്ദിക്കരുത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ പരസ്പര ആദരവോടും പരസ്പര സ്നേഹത്തോടു കൂടിയും നമുക്ക് വർത്തിക്കാമെന്ന കാഴ്ചപ്പാടാണ് സംസ്കൃതിയുടേത്. എന്നാൽ മതമതല്ല. മതം തോട്ടമാണ്, ഏകവിള തോട്ടം. ഈ വൈവിധ്യമാർന്ന വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് നിലം ഉഴുത് നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അതിൽ വൃക്ഷത്തൈകളോ വിത്തുകളോ നട്ട് വെള്ളമൊഴിച്ച് വളം കൊടുത്ത് വളർത്തി അവ വളർന്നു വരുമ്പോൾ പച്ചപ്പുണ്ടാവും. പക്ഷേ ആ പച്ചപ്പ് നിറഞ്ഞ വൃക്ഷങ്ങൾ നിറഞ്ഞ ഇടം വനമല്ല, അത് തോട്ടമാണ്. യൂക്കാലിപ്റ്റസ് തോട്ടം, അക്കേഷ്യ തോട്ടം, മുളം തോട്ടം, മാവിൻ്റെ തോട്ടം, പ്ലാവിൻ്റെ തോട്ടം, റബ്ബർ തോട്ടം. തോട്ടം ഒരിക്കലും വനമല്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തിൻ്റെ വിവിധ സംസ്കൃതികളെ നശിപ്പിച്ചപ്പോൾ അനന്തരം അവർ ഭാരതത്തിലേക്ക്, സമ്പന്നമായ ഭാരതത്തിലേക്ക്, ലോകത്തിൻ്റെ മൊത്തം വ്യാപാരത്തിൻ്റെ കയറ്റുമതിയുടെ 37% കൈകാര്യം ചെയ്തിരുന്ന ഭാരതത്തിലേക്ക്, വിദ്വൽ സഭകൾ നിറഞ്ഞ ഭാരതത്തിലേക്ക്, സമ്പന്നമായ ഭാരതത്തിലേക്ക്, സ്വർണാലങ്കൃതങ്ങളായ കൊട്ടാരങ്ങളോടുകൂടിയ ഭാരതത്തിലേക്ക് കുടിയേറി അധിനിവേശം സ്ഥാപിച്ചു. സഹസ്രാബ്ദം അടക്കി ഭരിച്ചു. പക്ഷേ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഒറ്റ കാരണമേയുള്ളൂ: നമ്മുടെ സവിശേഷമായ കുടുംബം, നമ്മുടെ സവിശേഷതയാർന്ന കുടുംബ സങ്കല്പം അത് ഈ സംസ്കൃതിയെ രക്ഷപ്പെടുത്തി. മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കുടുംബം അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ, ആദർശങ്ങളെ, ആചരണങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബം. ഈ കുടുംബമാണ് നമ്മെ രക്ഷിച്ചു പോന്നത്. ഇതിപ്പോ പറയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത് ഈ കുടുംബ വ്യവസ്ഥയിൽ നമ്മൾ അറിയാതെ ഛിദ്രതകൾ, ക്ഷയങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ തിരുത്തണം.
ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ ഗൃഹങ്ങളിൽ നിത്യമായി പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നുണ്ടോ? അവനവന്റെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവം ശുശ്രൂഷിക്കുകയും സേവിക്കുകയും, അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് അടുത്ത തലമുറ കാണുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ, പിതൃയജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ. 2, നമ്മുടെ ഗൃഹങ്ങളിൽ നിത്യവും അല്പമെങ്കിലും ശാസ്ത്ര സ്വാധ്യായം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു 12 മിനിറ്റെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ, ഭക്തിശാസ്ത്രങ്ങളെ, ആചാര്യ പ്രബോധനങ്ങളെ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലടങ്ങിയ ആശയങ്ങളെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ടെങ്കിൽ, എങ്കിൽ ബ്രഹ്മയജ്ഞമായി. മൂന്നാമതായി പറയട്ടെ, നമ്മുടെ ഗൃഹങ്ങളിൽ നിത്യവും അല്പമെങ്കിലും അഗ്നിഹോത്രം നടക്കുന്നുണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും ഒരു മന്ത്രം ദിവസവും നമ്മൾ ഉപാസിക്കുന്നുണ്ടെങ്കിൽ, സന്ധ്യാസമയത്തെങ്കിലും വീട്ടിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ജപിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി ഉപാസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളാൽ കഴിയുന്ന സേവാ പ്രവർത്തനം ഈ സമാജത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ ദൈവയജ്ഞമായി. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ പൂജിക്കുകയും നമ്മളാൽ കഴിയുന്ന സേവനം ഈ മനുഷ്യ സമാജത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ മനുഷ്യയജ്ഞമായി. നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജന്തുക്കളെയും സസ്യങ്ങളെയും സ്നേഹിക്കുകയും നമ്മളാൽ കഴിയുന്നത് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ ഭൂതയജ്ഞമായി. ഈ 5 യജ്ഞങ്ങൾ നിത്യവും ചെയ്താൽ, പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്താൽ നമുക്ക് മാതൃകയായി ജീവിക്കാം. ഇതിൽ വീഴ്ച വരുത്തരുത്, ഇതിൽ വീഴ്ച വരുത്തരുത്. അങ്ങനെ ജീവിച്ചാൽ മതിയോ? പോരാ, നമുക്ക് ഉയരണം. കേവലം കഴിഞ്ഞുകൂടിയാ പോരാ. ആ ഉയർച്ച സാധിക്കണമെങ്കിൽ യാതൊരു സംശയമില്ലാതെ പറയാം, നമ്മള് നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ പൂജ്യ വേദാമൃതാനന്ദപുരി സ്വാമികൾ സൂചിപ്പിച്ചു, ചില സകാരങ്ങളെ ഉപാസിക്കണം. 4 സകാരങ്ങളെ ഉപാസിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഉയരാം. നമ്മൾ ദുർബലന്മാരായി അതില്ല ഇതില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ദുർബലരല്ല നമ്മൾ. സ്വന്തം കരുത്തറിയാതിരുന്നാൽ നമ്മൾ ദുർബലരായി മാറും. ലങ്കയിലേക്ക് ആകാശമാർഗേണ സഞ്ചരിച്ച് സീതാദേവിയെ കണ്ടെത്തിയ ഹനുമാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത്. ജാമ്പവാൻ ഓർമ്മിപ്പിച്ചപ്പോ, നിന്റെ കരുത്ത് നീ വിസ്മരിക്കുന്നുവോ, നിന്നിലെ കരുത്ത് എത്ര വലുതാണ് എന്ന് ഓർമ്മിപ്പിച്ചപ്പോ സമുദ്രതരണം ചെയ്യാൻ സുശക്തനായി ആഞ്ജനേയ സ്വാമി മുന്നോട്ട് വന്നു. നമ്മുടെ സമാജത്തിൽ നിലകൊള്ളുന്ന കരുത്തിനെ നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല? വേദത്തെ നമ്മൾ മറന്നു. വേദം നമ്മളോട് പറഞ്ഞു, സംഗച്ഛധ്വം സംവദധ്വം എന്ന്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഒന്നിച്ച് നമ്മള് നായരിൽ തന്നെ 24 കാരറ്റ്, 22 കാരറ്റ്, 20 കാരറ്റ്, 18 കാരറ്റ്, 16 കാരറ്റ്, അതിന് അങ്ങോട്ട് പറയണമെന്ന് അറിയില്ല. ഈഴവരും തീയരും ചെറുമരും പുലയരും നമ്പീശരും വാരരും മാരാരും അയ്യരും അയ്യങ്കാരും പറയരും പാണരും ഒക്കെയായി ഛിന്ന ഭിന്നമായി കഴിഞ്ഞു.
പക്ഷേ വേദസാരം ഉൾക്കൊണ്ട, ആവർത്തിച്ച് പറയട്ടെ, വേദസാരം ഉൾക്കൊണ്ട നവോത്ഥാന നായകന്മാരുടെ ഉപദേശങ്ങൾ ഏറ്റുവാങ്ങി അത്തരം ജാതീയ ഹീനതകളെ നമ്മൾ വലിയൊരളവോളം ജയിച്ചു കഴിഞ്ഞു. ഇന്ന് അവകാശവാദവുമായിട്ട് പല രാഷ്ട്രീയക്കാരൊക്കെ മുന്നോട്ട് വരാറുണ്ട്. ഞങ്ങളാണ് ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കിയതെന്ന്. അന്ന് അവര് രൂപം കൊണ്ടിട്ടേ ഇല്ല, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അവകാശവാദം ആർക്കും ഉന്നയിക്കാനോ. പക്ഷെ ചരിത്രം അറിയുന്നവരുടെ മുമ്പിൽ അസത്യം പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു, ചരിത്രബോധമില്ലാത്ത സമാജത്തിന് നിലനിൽപ്പില്ല എന്ന്. ചരിത്രബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ആർക്കും അസത്യം പറയാൻ പറ്റില്ല. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്ക് നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പാടിയൊരു കേരളമുണ്ട്. ആ കേരളത്തിൽ വേദം വിസ്മരിച്ചതുകൊണ്ട് ഒരുപാട് അപചയങ്ങൾ സംഭവിച്ചു. സത്യമാണ്. നമ്മൾ അന്ധകാരത്തിൽ ആണ്ടു. സത്യമാണ്. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ മാനിച്ചു. അതെ, വീട്ടിൽ ഉമ്മറത്ത് കയറാൻ പാടില്ല എന്നല്ല, പറമ്പ് പോലും കയറാൻ പാടില്ല, തീണ്ടിപ്പോകും. എന്നാൽ അവൻ തന്നെ മതം മാറി വന്നു കഴിഞ്ഞാൽ അവനെ അകത്ത് കയറ്റി ഇരുത്തണമെന്നും തൈലാദി ലേഹ്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്ക വേണം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു. മറക്കരുത്. ആ അന്ധകാരാവൃതമായ കാലഘട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ആവർത്തിച്ചേ മതിയാവൂ. കാരണം നമ്മളൊക്കെ നിത്യവും ഈ സമാജത്തിൽ പ്രഭാഷണവും മറ്റ് ക്ലാസ്സുകളും മറ്റ് ഇടപെടലുകളുമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഈ ഇരിക്കുന്ന ആരും തന്നെ വിശ്രമിക്കുന്നവരല്ല. പണ്ടൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ട് സന്യാസിമാര് ആശ്രമങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇന്നിപ്പോ നിങ്ങളൊന്ന് ആശ്രമത്തിൽ പോയി ഇരിക്കൂ എന്ന് പറയേണ്ട ഗതികേടാ. കാരണം ഒരാള് പോലും വിശ്രമിക്കുന്നില്ല, ഒരാള് പോലും. ഈ സമാജത്തിൽ ഇറങ്ങി, സാമാന്യ ജനങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണ്. ധൈര്യമായിട്ട് പറയാം, ഒരു അതിശയോക്തിയോ ന്യൂനോക്തിയോ ഇല്ലാതെ പറയാം. പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു തമാശയുണ്ട്. തമാശയൊന്നും പറയാൻ നേരമില്ല, കാര്യം പറയാൻ തന്നെ നേരമില്ല, പിന്നെയല്ലേ. എങ്കിലും ഓർമ്മ വന്നാൽ പറയാതിരിക്കാൻ വയ്യാന്നൊരു സൂക്കേടുണ്ട്. കേരളത്തിൽ ഹൃദ്യസുന്ദരമായ മലയാള ഭാഷയിലും അതുപോലെ ഹൃദ്യസുന്ദരമായ ഇംഗ്ലീഷ് ഭാഷയിലും ധർമ്മ വേദാന്ത പ്രചരണം ചെയ്ത വലിയൊരു മഹാപുരുഷനായിരുന്നു ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ പരമപൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികൾ. സിദ്ധിനാഥാനന്ദ സ്വാമികൾ ഒറ്റയ്ക്കാവുമ്പോൾ ചില തമാശയൊക്കെ പറയും. ആൾക്കൂട്ടത്തിലാകുമ്പോൾ കുറച്ച് ഗൗരവത്തിലൊക്കെയാ. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് നല്ല തമാശ പറയും. ഒരു ദിവസം പറഞ്ഞു, ഈ പ്രവൃത്തി മാർഗം ഉപേക്ഷിച്ച് നിവൃത്തി മാർഗം സ്വീകരിച്ചവരാ സന്യാസിമാർ. ഇന്നിപ്പോ സന്യാസിമാർക്ക് പ്രവൃത്തി കൊണ്ടൊരു നിവൃത്തിയില്ല. അതൊരു തമാശയായി നമുക്ക് തോന്നും, പക്ഷെ സത്യമാണ്. ഈ ഇരിക്കുന്ന ഒരു സന്യാസി പോലും വിശ്രമിക്കുന്നില്ല. ശ്രദ്ധിക്കുക, സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ഏതായാലും അന്ധകാരാവൃതമായ ആ കാലഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു വാക്യത്തെക്കുറിച്ച് പല പല വേദികളിൽ കേൾക്കാറുണ്ട് നമ്മളൊക്കെ ദിവസവും, ഏറെക്കുറെ ദിവസവും. എന്താ അത്? വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു. ശരിയാണ്. If you want to see a lunatic asylum, go to Travancore and Cochin എന്ന് എഴുതിയിട്ടുണ്ട്. ശരിയാണ്, സത്യമാണ്. എന്നാൽ എന്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു? ഇത് ചിന്തനീയമായ വിഷയമാണ്. പൊതുവെ പറഞ്ഞു കേൾക്കാറ്
തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളതുമായ സാമൂഹിക സ്ഥിതി കണ്ടിട്ടാണ് പറഞ്ഞതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിവേകാനന്ദ സ്വാമികളെ ബഹുമാനിക്കില്ല. ഞാൻ പൂജിക്കുന്ന ആളാണ്, ഞാൻ മനസ്സുകൊണ്ട് പൂജിക്കുകയാണ് വിവേകാനന്ദ സ്വാമികളെ. പക്ഷേ പറയുകയാണ്, ഈ കാരണം കൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ അത് പറഞ്ഞതെങ്കിൽ വിവേകാനന്ദ സ്വാമികളെ ഞാൻ ബഹുമാനിക്കില്ല. കാരണം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ 1886 സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു. തുടർന്ന് 6 വർഷക്കാലം വിവേകാനന്ദ സ്വാമികൾ വിവിധിഷാനന്ദ എന്ന പേരിലും സച്ചിദാനന്ദ എന്ന പേരിലും ഈ ഭാരതത്തിലുടനീളം പരിവ്രജനം ചെയ്തു. കുടിലുകളിലും കൊട്ടാരങ്ങളിലും അന്തിയുറങ്ങി, തെരുവുകളിൽ ഉറങ്ങി, രാജാക്കന്മാരുടെ അതിഥിയായി താമസിച്ചു, പണ്ഡിതന്മാരും പാമരന്മാരുമായി ഒരുപോലെ ഇടപഴകി. സ്വാമിജി ആകാശത്തു കൂടെ പറന്ന് കേരളത്തിൽ വന്നതല്ല. ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അഥവാ എല്ലാ പ്രദേശങ്ങളിലും ജാതീയമായ ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലുള്ളതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു. ആവർത്തിച്ചു പറയുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കണ്ടിട്ട് ആ പ്രദേശങ്ങളെ ഭ്രാന്താലയം എന്ന് വിളിക്കാതെ ഇവിടെ വന്ന് ഭ്രാന്താലയം എന്ന് വിളിച്ചാൽ സ്വാമിജിയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുമോ? അപ്പൊ അതല്ല കാരണം. പിന്നെന്താ കാരണം? കാരണം ഒന്നാണ്, ഈ ഉച്ചനീചത്വ കൽപ്പനകളും ഹീനതകളും ശാസ്ത്രബോധത്തിന്റെ അഭാവം കൊണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും അവിടങ്ങളിൽ കാണാത്തൊരു വിശേഷം ഇവിടെ സ്വാമിജി കണ്ടു. അത് പൊന്നാനി പോയി തൊപ്പിയിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തലയെ കൂടെ തളിച്ച് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പറമ്പിൽ കയറാൻ നേരത്തെ അധികാരമില്ലാത്തവന് ഉമ്മറത്തല്ല അകത്തളത്തിൽ പോയിരിക്കാം. അവൻ ബഹുമാന്യനാവും, അവൻ മാപ്പിളി ആവും, അവൻ ചേട്ടനാവും. ഇന്നലെ വരെ അവൻ തൊട്ടുകൂടാത്തവനായിരുന്നു, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവനായിരുന്നു. ഇത് കേരളത്തിൽ മാത്രമാണ് കണ്ടത്, വേറെ എവിടെയും കണ്ടില്ല. ഇത് എത്ര പേര് തുറന്ന് പറയാറുണ്ട്? എന്നാൽ സ്വാമിജി കേരളത്തെ ഭ്രാന്താലയം എന്ന് മാത്രമാണോ വിളിച്ചത്? അല്ല. ഈ തൃശ്ശിവ പേരൂരിന്റെ ഒരു ഭാഗമായിട്ടുള്ള ശക്തി ആരാധനയുടെ കേന്ദ്രമായിട്ടുള്ള കൊടുങ്ങല്ലൂര് സ്വാമിജി വന്ന സമയത്ത് ശുദ്ധ സംസ്കൃതത്തിൽ കുറെ അമ്മമാരുമായിട്ട് സംസാരിച്ചു. ആ അമ്മമാര് സംസാരിച്ചത് ശുദ്ധമായ പ്രൗഢമായ സംസ്കൃതമായിരുന്നു. സ്വാമിജി അത്ഭുതപൂർവ്വം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. ആ തൃശ്ശിവ പേരൂരിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. വടക്കുംനാഥന്റെ അതുപോലെ അനേക ദേവീ സങ്കേതങ്ങളുടെ ഈ തൃശ്ശിവ പേരൂരിൽ തന്നെ നമുക്കെല്ലാം അറിയാം. ഒരു വൈഷ്ണവവും ഒരു ശാക്തേയവുമായ സങ്കേതം അപ്പുറവും ഇപ്പുറവും ഈ ഭഗവാന്റെ അപ്പുറവും ഇപ്പുറവും നിലകൊള്ളുകയാണ്. ശക്തിമത്തായ കൊടുങ്ങല്ലൂർ ഇവിടെയാണ്. എത്രയോ മഹാപുരുഷന്മാർക്ക് ജന്മം കൊടുത്ത ഇടമാണിത്. എത്രയോ മഹാപുരുഷന്മാർക്ക്. ബ്രിട്ടൻ ഭാരതത്തെ അടക്കി വാഴുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഗുരുവായി തീർന്ന ശിവപുരി ബാബ പോയത്. ഒരിക്കൽ കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന രംഗനാഥാനന്ദ സ്വാമികൾ ജനിച്ചത്, ത്യാഗീശാനന്ദ സ്വാമികൾ ജനിച്ചത്, സർവജ്ഞയായിരുന്ന പറപ്പൂരമ്മ. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞ എത്രയെത്ര മഹാപുരുഷന്മാരുടെ ഭൂമിയാണിത്. എത്രയെത്ര.
ശ്രീനാരായണ ഗുരുദേവന്റെ അന്തരംഗമായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമികൾ, ശിവലിംഗദാസ സ്വാമികൾ, ഇവരുടെയൊക്കെ പ്രവർത്തന മണ്ഡലമായിരുന്നു. കേരളത്തെ പറ്റി പറയുമ്പോൾ തൃശ്ശൂർ പൂരവും അതുപോലെ ആറാട്ടുപുഴ പൂരമൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ തനിമയും മഹിമയും ഉയർത്തി കാണിക്കുന്നവയാണവ. ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കും, ഈ സ്വാമി കരിക്കും കരിമരുന്നിനെതിരെ പ്രസംഗിക്കുന്ന ആളാണല്ലോ, തൃശ്ശൂരിൽ വന്നപ്പോൾ വാക്ക് മാറ്റി പറഞ്ഞല്ലോ എന്ന്. ഇല്ല, വാക്ക് മാറ്റി പറയില്ല. നമ്മൾ അന്നും ഇന്നും നാട് മുഴുവൻ കരിയും കരിമരുന്നും എഴുന്നള്ളിക്കുന്നതിനെതിരെ തന്നെയാണ്. തൃശ്ശൂർ പൂരം തൃശ്ശൂര് മതി, നാട് മുഴുവൻ പൂരായാൽ ശരിയാവോ? ഇതിപ്പോ മുക്കിൽ 5 സെന്റുള്ള ക്ഷേത്രത്തിലും 10 സെന്റുള്ള ക്ഷേത്രത്തിലും പൂരം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ 5ഉം 10ഉം ആനയെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ട് നാട്ടുകാരെ കൊന്നാൽ എങ്ങനെ ഉണ്ടാവും? എതിർത്തേ മതിയാവും. ആറ്റുകാൽ പൊങ്കാല ശ്രേഷ്ഠമാണ്. നാട്ടിലുള്ള സകല ദേവീക്ഷേത്രത്തിലും പൊങ്കാല ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആറ്റുകാൽ പൊങ്കാലയുടെ മഹിമ അവിടെ നിലനിൽക്കണം, തൃശ്ശൂർ പൂരത്തിന്റെ മഹിമ ഇവിടെ നിലനിൽക്കണം. ഇങ്ങനെ ഓരോ ജില്ലയിലും അതത് ജില്ലയുടെ കേന്ദ്ര സ്ഥാനങ്ങളായിട്ട് ചില സവിശേഷ ആചാരങ്ങളുണ്ട്. അവ അതിൻ്റെ ശുദ്ധിയിൽ നിലനിൽക്കണം. അത് അനുകരിക്കപ്പെടുകയല്ല വേണ്ടത്, അവ ആദരിക്കപ്പെടുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങള് യജ്ഞങ്ങളെ ചെയ്ത് നിലനിന്നാ പോരാ, ഉയരണം കരുത്തോടുകൂടി. അതിന് പ്രധാനമായിട്ട് അധികം നീട്ടി പറയുന്നില്ല, 4 സകാരങ്ങളെ ഉപാസിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നമ്മളെല്ലാവരും. പിന്നെ ഇതിലെ നിങ്ങളെന്ന് ആദ്യം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞത്, ഇതിൽ പറയണ ഒന്ന് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചവരാ, അതുകൊണ്ടാ. ഏതാണ് ഈ 4? ഒന്നാമതായി പറയട്ടെ, സംസ്കാരം. 4 സകാരങ്ങളാണ്. ഈ 4 സകാരങ്ങളെ ഉപാസിച്ചാൽ നമ്മുടെ സമാജം ഉയർന്നുയർന്നു പോകും. ഒന്നാമതായിട്ട് സംസ്കാരം. സംസ്കാരത്തെ സേവിക്കണം. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് മൂല്യങ്ങളെ പകർന്നു നൽകണം. അത് വാക്കുകളിലൂടെ അല്ല. ദയവ് ചെയ്ത് കുട്ടികളെ ഉപദേശിക്കുന്നത് നിർത്തുക. കുട്ടികൾ ഉപദേശം കേട്ട് മടുത്തവരാണ്. വീട്ടിൽ നിന്ന് ഉപദേശം, സ്കൂളിൽ നിന്ന് ഉപദേശം, നാട്ടിൽ നിന്ന് ഉപദേശം. ഉപദേശം കേട്ട് മടുത്തവരെ ഇത്തരം പരിപാടിക്ക് വിളിച്ചാൽ പോലും മക്കൾ വരില്ല. ഉപദേശം കേൾക്കാനല്ലേ, ഞാനില്ല എന്ന് പറയും. ദയവ് ചെയ്ത് ഉപദേശിക്കണത് നിർത്തുക, പകരം ആചരിച്ച് കാണിക്കുക. സന്ധ്യാസമയത്ത് വീട്ടിൽ അച്ഛനും അമ്മയും നാമം ജപിക്കുക. കുട്ടികൾ കാണെ തൻ്റെ അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നത്, പൂജിക്കുന്നത് കാണിക്കുക. കുട്ടികൾ കേൾക്കെ സത്യം മാത്രം പറയുക. കഷ്ടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ സേവിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് കുട്ടികൾ കാണണം. അങ്ങനെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുക. സന്ധ്യകളിൽ സന്ധ്യാവന്ദനം ചെയ്യുന്ന, ദീപം ജ്വലിപ്പിക്കുന്ന, എന്തെങ്കിലും ഒരു ഉപാസന ബലപൂർവകം അനുഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായം ഓരോ ഗൃഹവും പാലിക്കുക. അല്ലാണ്ട് ഉപദേശിച്ചാൽ അത് പിന്തുടരപ്പെടില്ല. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന. ശ്രേഷ്ഠൻ എന്താണോ ആചരിക്കുന്നത് അത് മറ്റുള്ളവരും അനുകരിക്കും. പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. അവൻ എന്തിനെ പ്രമാണമാക്കുന്നുവോ ലോകം അതിനെ പ്രമാണീകരിക്കും. ഭഗവാന്റെ വാക്യമാണ്, വിസ്മരിക്കരുത്. നോക്കൂ, ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, മുത്തശ്ശനിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് കിട്ടുന്ന സംസ്കാരത്തിന്റെ പാഠങ്ങൾ നമുക്ക് ഒരിക്കലും ലംഘിക്കാൻ പറ്റില്ല. ഒരാളെ അറിയാതെ ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വെക്കാൻ പഠിപ്പിച്ചു മുത്തശ്ശി.
ഒരക്ഷരം എഴുതിയ കടലാസ് ചവിട്ടി കഴിഞ്ഞാൽ തൊട്ട് തലയിൽ വെക്കണം. കാരണം അക്ഷരം സരസ്വതിയാണ്. നമുക്കിന്നിപ്പോ അക്ഷരം ചവിട്ടി ഒരു പ്രയാസവും ഇല്ല, നമുക്കൊരു ക്ലേശവും ഇല്ല. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ ടൈൽസ് ഇട്ടാലും സിമെന്റ് വിതച്ചാലൊക്കെ അത് കേട് വരാതിരിക്കാൻ നമ്മൾ അച്ചടിച്ച കടലാസ് നിരത്തും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി നടക്കും. ഒരു മടി നമുക്കില്ല. എങ്ങനെ വന്നു ഈ മാറ്റം? അതുകൊണ്ട് സംസ്കാരം ആചരണത്തിലൂടെ നൽകപ്പെടണം. സംസ്കാരം നൽകപ്പെടണമെങ്കിൽ ശ്രദ്ധിക്കുക, സംസ്കൃതം അത് പ്രധാനമാണ്. കുട്ടികൾക്ക് സംസ്കൃത ഭാഷ നമ്മൾ പകർന്നു നൽകുക. ഭാഷ എപ്പോഴും സംസ്കാരത്തിൻ്റെ വാഹകമാണ്. മലയാളത്തിൽ 80% പദങ്ങൾ സംസ്കൃത പദങ്ങളാണ്. ശുദ്ധ മലയാളം നമ്മുടെ ഗൃഹങ്ങളിൽ ശീലിക്കുക. നമ്മൾ സംസാരിക്കുന്നത് ശുദ്ധമായ ഭാഷയാവണം. ഇന്ന് നമ്മുടെ ഭാഷ വികലമാകുന്നു. തെറ്റായ പദങ്ങൾ ഏറെ പ്രയോഗിക്കുന്നു. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരും. ചില സദസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വിദ്യാലയം എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് അടിക്കണമെന്ന്. കാരണം വിദ്യാലയം വെച്ചാൽ കോടതിയാണ്, അവരുദ്ദേശിക്കുന്ന സ്കൂളാണ്. അത്ര ശുദ്ധമായിട്ട് അത് ഉച്ചാരണത്തെറ്റെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വിഷമമുണ്ട്. കാരണം ബോധപൂർവം ഭാഷയെ വികലമാക്കുകയാണ്. നിങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോകൂ, റോഡ് സൈഡിലുള്ള പല പരസ്യ ബോർഡുകളും കാണാം കോഴിക്കോട് എന്ന് എഴുതിയിട്ട്. അവൻ ഉച്ചാരണ വൈകല്യമാണെങ്കിൽ കോഴിക്കോട് എന്ന് എഴുതിയിട്ട് കോഴിക്കോട് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇത് ഉച്ചാരണ വൈകല്യമല്ല, കോഴിക്കോട് എന്ന് എഴുതിയിരിക്കുകയാണ്. ബോധപൂർവം ഭാഷയെ ധ്വംസിക്കാനുള്ള പരിശ്രമമാണ്. കാരണം ഭാഷാധ്വംസനത്തിലൂടെ സംസ്കാരധ്വംസനം നടക്കും. ചെറുതേ മതിയാവും. ശ്രദ്ധിക്കുക, സംസ്കാരം ആചരണത്തിലൂടെ ഗൃഹങ്ങളിലൂടെ പകർന്നു നൽകപ്പെടണം. ഇല്ലെങ്കിൽ അപകടമാണ്. അതോടൊപ്പം സന്താനം, രണ്ടാമത്തെ സകാരം പറയട്ടെ, സന്താനത്തെ ഉപാസിക്കണം. നമുക്ക് ധാരാളം സന്താനങ്ങൾ വേണം. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. ഹിന്ദു ജനസംഖ്യ 4.5% കുറഞ്ഞു ഭാരതത്തിൽ. മുസ്ലിം ജനസംഖ്യ 24.6% കൂടി ഭാരതത്തിൽ. വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണക്കാര് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ വിഗതി എങ്ങോട്ട് നയിക്കും? ഗൗരവമായി ചിന്തിക്കുക. അതുകൊണ്ട് നമുക്ക് കുട്ടികൾ വേണം, നമുക്ക് സന്താനങ്ങൾ വേണം. ഒരിടത്ത് കുറെ കൊല്ലം മുമ്പ്, ഒരു 10-15 കൊല്ലം മുമ്പാ ഈ സന്താനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു, നിങ്ങൾക്കിത് പറയാനുള്ള അധികാരമുണ്ടോ? നിങ്ങൾ സന്യാസിയല്ലേ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് സന്താനം ഇല്ല. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ ഹൈവേ സൈഡിൽ, നാഷണൽ ഹൈവേൻ്റെ സ്റ്റേറ്റ് ഹൈവേൻ്റെ ഒക്കെ സൈഡിൽ ചില ഹോട്ടലുകളുടെ മുമ്പിൽ ചില കൊടി, ചില തൊപ്പിയൊക്കെ വെച്ചിട്ട് ചില ആൾക്കാർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ ഹോട്ടലിൽ നിന്നൊരു ബോർഡ് ഉണ്ടാവും, വഴി പോണ വാഹനങ്ങളൊക്കെ മാടി വിളിക്കും, അതാ അവരുടെ പണി. കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട് സ്വാമി. അവരെവിടുന്നാ ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ദിവസം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ വയറിന് ദീനം വരുന്ന അവർക്കറിയാം. അവർ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവരികയായിരിക്കും. പക്ഷെ അവരുടെ പണി ഇതാ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ സമാജത്തിൽ ചില ഉദ്ബോധനങ്ങളൊക്കെ ചെയ്യാൻ ഭഗവാൻ ചിലരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കേണ്ടവർക്ക് കേൾക്കണ്ട. നിങ്ങളെ ആരും ഇവിടെ പിടിച്ചിരുത്തിയിട്ടൊന്നുമില്ല, ആരെയും കസേര ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടില്ല. ഓർമ്മിക്കുക. അതുകൊണ്ട് സന്താനങ്ങൾ വേണം. സ്വാമി, എനിക്ക് ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. കുട്ടി ഉണ്ടായത് കൊണ്ട് സന്താനാവില്ല, അത് കുട്ടിയേ ഉള്ളൂ. തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം വരുന്നത്.
അപ്പൊ നമ്മുടെ പിതൃപിതാമഹന്മാരായി ഏതൊരു സത്യധർമ്മങ്ങളെ പരിപാലിച്ചിട്ടുണ്ടോ, ഏത് മൂല്യങ്ങളെ സേവിച്ചിട്ടുണ്ടോ, അതിന്റെ പിന്തുടർച്ച ഉറപ്പ് വരുത്തുന്ന കുട്ടികളെ സന്താനങ്ങളാവുള്ളൂ. അത്തരം സന്താനങ്ങൾ ഉണ്ടാവില്ല, ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മുടെ വൈദികമായ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവരുത്, പിന്നെയോ സന്താനങ്ങളെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഷോഡശ സംസ്കാരങ്ങളിൽ, നൈമിത്തിക കർമ്മങ്ങളിൽ മുഖ്യമായ ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരമാണ്. വിവാഹാനന്തരം പത്നിയും പതിയും നല്ല സന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ച ശേഷം സംയോഗം ചെയ്യണം. അത് കഴിഞ്ഞ് അതിനുള്ള ഔഷധ സേവനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. 280 ദിവസം കുഞ്ഞ് ഗർഭത്തിൽ ഇരിക്കണ സമയത്ത് ശുഭസങ്കല്പങ്ങൾ ഗർഭിണി നടത്തേണ്ടതുണ്ട്. അങ്ങനെ ശുഭസങ്കല്പങ്ങളോടുകൂടി ഭാവിപ്പിക്കുന്നവളെയാണ് ഭാവയിത്രി എന്ന് വേദം പറയുന്നത്. ഭാവയിത്രി സാ ഭാവയിതവ്യ എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും അമ്മയെ അനാദരിക്കരുത്, അമ്മയെ പൂജിക്കണം. കാരണം അമ്മയാണ് നിങ്ങളെ ഭാവിപ്പിച്ചത്. ആ അമ്മമാരാവാൻ നമുക്ക് സാധിക്കണം. ഒരു 3.5 വയസ്സ് വരെയെങ്കിലും ഉദാത്തങ്ങളായ മൂല്യങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാകും വിധം അവരുടെ മുമ്പിൽ ആചരിക്കണം. ഒരു 3.5 വയസ്സ് വരെ എങ്കിലും. അത് ചെയ്യാതെ നിങ്ങൾ സാക്ഷാൽ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് പറഞ്ഞയച്ചിട്ടും കാര്യമൊന്നുമില്ല. അതാണ് വ്യക്തിത്വ വികാസത്തിന്റെ സുപ്രധാനമായ ഘട്ടം. ദിവസവും ധർമ്മബോധകങ്ങളായ കഥകൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം അറിയണമെങ്കിൽ പഠിക്കണം. അപ്പൊ പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ള നേരത്തെ പറഞ്ഞതിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നു. ഇതില്ലാത്തൊരു ഗൃഹം ഉണ്ടാവരുത്. കുട്ടികൾക്ക് ദിവസവും ധർമ്മപ്രബോധനം നടക്കണം. ലളിതങ്ങളായ പാട്ടുകളോ കഥകളോ മതി. കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു കഥയെങ്കിലും കുട്ടിക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുക്കണം. അതിന് അളവറ്റ നിധി നമ്മുടെ അടുത്തുണ്ട്. രാമായണവും മഹാഭാരതവും 18 പുരാണങ്ങളും മറ്റ് ധർമ്മശാസ്ത്രങ്ങളും ആചാര്യോപദേശങ്ങളും എല്ലാം കഥകൾ നിറഞ്ഞതാണ്. എടുക്കണം. ഇന്നത്തെ രീതിയിൽ കൊടുക്കാവുന്ന രീതിയിൽ കൊടുക്കണം. അത് ഒരു സന്താനം പോരാ, സന്താനങ്ങൾ വേണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നിപ്പോ 2 പേര്, ഒരു പതിയും പത്നിയും, അവർക്ക് ഒരു കുഞ്ഞെന്നുള്ള നിലപാടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജനസംഖ്യ നേർപകുതിയാവും. എന്നാൽ അതേ നയം മറ്റെല്ലാ മതങ്ങളും അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും ഒരുപോലെ, ഒരു കുഴപ്പമില്ല. എന്നാൽ മറ്റു മതങ്ങൾ അനുവർത്തിക്കുന്നില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഹിന്ദുവിനേക്കാൾ അപകടകരമാണ് ജനന നിരക്ക്, ഇതിനേക്കാൾ കുറവാണ്. പക്ഷേ അവരെ എല്ലാ പള്ളികളിലും ഇടയലേഖനങ്ങളും മറ്റും വായിച്ചിട്ടുണ്ട് ജനസംഖ്യാ വർധനവിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് 2008 മുതൽ അവർ ഇടയലേഖനങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. മറ്റത് പിന്നെ വായിക്കൊന്നും വേണ്ട, ആവറേജ് 6 മക്കളുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടി പോരാ. ഒന്ന് നോക്കൂ, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരുണ്ടാവും, നിങ്ങളിൽ പല സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. നെഞ്ചിൽ തൊട്ട് ഈ ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂവെങ്കിൽ അയാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അയാൾ നിങ്ങളുടെ സാംസ്കാരിക സംഘടനയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും, റിട്ടയർമെന്റിന് ശേഷം. അതുവരെ അവൻ സാമ്പത്തിക ഭദ്രതയുള്ള മേഖലയിൽ പോകട്ടെ എന്നാ പറയുക. അതുകൊണ്ട് നല്ല അണ്ടശക്തിയും ബീജശക്തിയും ഉള്ള സമയത്ത് കല്യാണം കഴിക്കുക, അതാ പറയാനുള്ളത്. അണ്ടശക്തിയും ബീജശക്തിയും ഉള്ള പ്രായത്തിൽ കല്യാണം കഴിക്കുക, ചെറുപ്പത്തിൽ കുട്ടികളുണ്ടാക്കുക. ഇല്ലേ, സ്വാഗതം ഞങ്ങളുടെ കമ്പനിയിലേക്ക്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ആവശ്യമുണ്ട്, ഇഷ്ടം പോലെ.
ഇപ്പൊ എന്തൊരു സന്തോഷാന്നറിയാം, തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും പേരുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷ. പക്ഷെ മറ്റു ജില്ലകളിൽ ഇല്ല. കോഴിക്കോട് ഞങ്ങൾ ആകെ കൂടി 7 പേരാറ്റേ ഉള്ളൂ, വയനാട്ടിലാകെ 5 പേരാറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും വിദ്യാഭ്യാസമുള്ള കുട്ടിയെ എങ്ങ് തരിക, 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു തരാം സമാജത്തിലേക്ക്. ഒന്നുകിൽ കല്യാണം കഴിക്കുക, ഉത്തമ ഗൃഹസ്ഥനാവുക, അല്ലെങ്കിൽ സന്യസിക്കുക, ഉത്തമ സന്യാസിയാവുക. മൂന്നാമതൊരു മാർഗം സനാതന ധർമ്മം പറഞ്ഞിട്ടില്ല. ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഭഗവാൻ ഭാഷ്യകാരന് മുമ്പ് വേദവ്യാസൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ദ്വാവിമാവധപന്ഥാനൗ യത്ര വേദാ പ്രതിഷ്ഠിതാഃ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിതഃ എന്ന്. നിവൃത്തിയും പ്രവൃത്തിയും 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് സന്യാസത്തിന്റെ മാർഗം, ഒന്ന് ഗാർഹസ്ഥ്യത്തിന്റെ മാർഗം. 3 ഇല്ല, ഓർമ്മിക്കുക. അവിടെ ഒന്നുകിൽ കല്യാണം കഴിക്കുക. എപ്പോ അത് പ്രത്യേകം പറയേണ്ടതാ. നമ്മളെ നേരത്തെ പറഞ്ഞ വളരെ തിരക്കിട്ട ജീവിതമാണ് നമ്മളതൊക്കെ. ഒരു 5 മിനിറ്റ് പോലും വെറുതെ വിശ്രമിക്കാൻ കിട്ടാറില്ല, സത്യം തുറന്നു പറയുക. അത്ര തിരക്കാ. എന്നാലും ചില വിനോദങ്ങളൊക്കെ നമുക്കും ഉണ്ട്. ഒന്ന്, ഈ മഴവിൽ മനോരമ, അതിൽ മറിമായ എന്നൊരു സാധനമുണ്ട്, അത് കാണും. എവിടുന്നെങ്കിലും കാണും, യൂട്യൂബിൽ നിന്നോ എവിടുന്നെങ്കിലും കണ്ടിരിക്കും, ഉറപ്പ് അപ് ടു ഡേറ്റ് ആയിരിക്കും. മറിമായം കാണാതെ വിടില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ, ഈ യാത്ര തുടങ്ങിയ ശേഷം കാണാൻ പറ്റിയിട്ടില്ല. നല്ലതാ, ഒരു അശ്ലീലവും ഇല്ലാതെ നല്ല ഒന്നാന്തരം സാമൂഹ്യ വിമർശനമാണത്. 2, പത്രങ്ങളിലെ മാട്രിമോണിയൽ പേജ് ഒന്ന് വായിക്കും. സ്വാമിക്ക് എന്താ ഈ മാട്രിമോണിയൽ പേജ് വായിക്കുന്നത്? ഒരു കല്യാണാലോചന വല്ലതും ഉണ്ടോ? ഇനിയിപ്പോ കല്യാണം ആലോചിക്കുക. ഞങ്ങളത് വേണ്ടാച്ചിട്ടല്ലേ ഈ മാർഗത്തിലേക്ക് വന്നത്, അല്ലാണ്ട് ആരെയും കിട്ടാഞ്ഞിട്ടാ? അങ്ങനെ ആർക്കെങ്കിലും വിചാരമുണ്ടോ? ഞങ്ങളൊന്നിനും കൊള്ളാത്തവരാണ്? അല്ല, എല്ലാറ്റിനും കൊള്ളുന്നവർ തന്നെ ഈ സന്യാസിമാര്. അത് പ്രത്യേകം മനസ്സിലാക്കുക. എല്ലാറ്റിനും കൊള്ളുന്നവരാ. എന്തിനാ മാട്രിമോണിയൽ പേജ് വായിക്കുന്നത്? അത് വായിക്കാനൊരു സുഖ. 46 വയസ്സുള്ള നായർ സുന്ദരിക്ക്, 48 വയസ്സുള്ള ഈഴവ സുന്ദരിക്ക് വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ചോദിക്കുക, എടി സുന്ദരി, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ചൊവ്വാദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ഞായർ ദോഷം, തിങ്കൾ ദോഷം. കഴിഞ്ഞോ? ഇല്ല. ശുദ്ധജാതകം, അശുദ്ധജാതകം, ഇതും നോക്കി ഇതിന്റെ പിന്നാലെ പോയി. ചിദാനന്ദപുരസ്വാമി ജ്യോതിഷത്തിനെതിരാണോ? ഒരിക്കലുമല്ല. വൈദികമായ ആർഷമായ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ഗുരുനാഥന്റെ കൂടെ താമസിച്ച് പഠിച്ച് തപസ്സായിട്ട് ശാസ്ത്രം പഠിച്ച് ജ്യോതിഷം പ്രവർത്തിപ്പിക്കാതെ ഇവിടുന്ന് കഷ്ണം മുറിയും പഠിച്ച് ബോർഡും വെച്ചിരുന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ആഭാസം അത് വല്ലാതെ പെരുകുന്നുണ്ട്. അതിൽ പെട്ടുപോകരുത്. പെട്ടുപോയാൽ ഇതൊക്കെ ഉണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ വന്നു എന്നോട് പറഞ്ഞു, 420 പെണ്ണ് കാണാൻ പോയി സ്വാമി, എന്നിട്ട് ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞു, 421 പോയിക്കോ, അല്ലാണ്ട് എന്ത് പറയാനാ? ഞങ്ങളൊക്കെ ദിവസവും സമാജമായിട്ട് ബന്ധപ്പെടുന്നവരാ. എവിടെ ചെന്നാലും പരാതി കേൾക്കാം, സ്വാമി കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന്. എനിക്ക് ആലോചിച്ചാൽ പിടി കിട്ടുന്നില്ല. കാരണം കേരളത്തിൽ ജനസംഖ്യയിൽ 1000 പുരുഷന് 1080 സ്ത്രീയുണ്ട്. സ്ത്രീകളുടെ ജനസംഖ്യ കൂടുതലാണ്. പിന്നെന്താ കിട്ടാത്തെ? കിട്ടാനുള്ള യോഗ്യത നേടണ്ടേ? നല്ല വ്യായാമം ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല വിദ്യാഭ്യാസം നേടുക. പോരാ, ദിവസവും എന്തെങ്കിലും ഒരു ഉപാസന ചെയ്യുക. ശിവനാമമോ വിഷ്ണുനാമമോ ദേവീനാമമോ എന്തെങ്കിലും ഒരു നാമം. ഉപാസനയുടെ ബലം ഉണ്ടെങ്കിൽ ഒന്നിനെയല്ല കിട്ടാതിരിക്കുക, 10 പിന്നാലെ വരും, ഉറപ്പ്.
ഇതൊന്നുമില്ല. അവിടെ ഇവിടെ ഇരുന്ന് മൊബൈൽ ഞെക്കി എന്താ ചെയ്യ? ഒരു ദിവസം പണിക്ക് പോയാൽ 10 ദിവസം പോവില്ല. കാരണം ഒരു ദിവസം പൈസ മതി, 10 ദിവസം മൊബൈലിനും മറ്റ് കാര്യങ്ങൾക്കും. അതുകൊണ്ട് സന്താനം മുഖ്യമാണ്. സംസ്കാരം, സന്താനം, സമ്പത്ത് വേണം നമുക്ക്, പണം വേണം നമുക്ക്. സാമ്പത്തികമായി ഏത് വ്യക്തിയാണോ കുടുംബമാണോ താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ, ഒരു സംശയവുമില്ല. ഈ വിഷയത്തിൽ നമ്മുടെ ആധ്യാത്മിക പ്രഭാഷകർ വലിയ അപരാധം ചെയ്തിട്ടുണ്ട്. സമ്പത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ജനങ്ങളെ, സമ്പത്ത് ആഗ്രഹിക്കരുത് എന്ന് പഠിപ്പിച്ചു ജനങ്ങളെ. എന്നിട്ട് ഈ പ്രഭാഷണം ചെയ്ത ആൾക്ക് ദക്ഷിണയും കിട്ടണം. വേദത്തിന് വിരുദ്ധമാണ് ആ ഉപദേശം. വേദം പറഞ്ഞത് ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുതെന്നാണ്. എന്നാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ധനം സമ്പാദിക്കൂ എന്നാണ്. മറക്കരുത്. നമ്മുടെ ദേവീ ദേവന്മാരൊക്കെ അങ്ങേയറ്റം അലങ്കാരാഭരണങ്ങളെ കൊണ്ട് ഭൂഷിതരാണ്. മറക്കരുത്. നമ്മളെ ദൈവങ്ങളൊക്കെ ശക്തരാണ്, പ്രബലരാണ്. ഒരാൾ ഒന്നിനും കൊള്ളാണ്ട് തൂങ്ങി കിടക്കുന്നതില്ല. എല്ലാവരും കരുത്തുള്ളതാണ്. ആസുരിക ശക്തിയെ നശിപ്പിക്കാനുള്ള ആയുധബലവും കായിക ബലവും ഉള്ളവരാണ് നമ്മുടെ സകല ദേവീ ദേവന്മാരും. മറക്കരുത്. സമ്പന്നരായിരിക്കണം. സമ്പന്നരാവാൻ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ശബരിമല അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് വാതിലിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ചുകൊണ്ട് കാര്യമില്ല. അത് എഴുതി ഒട്ടിച്ചാൽ അതുണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാവും, അവർക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നല്ലാണ്ട് നമുക്കുണ്ടാവില്ല. നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം അധ്വാനിക്കണം, നമ്മൾ കഠിനമായി അധ്വാനിക്കണം. കച്ചവടങ്ങൾ തുടങ്ങൂ, ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങൂ. ഒറ്റയ്ക്ക് വയ്യേ, സഹകരിക്കൂ. കൂട്ടായിട്ട് പാർട്ട്ണർഷിപ്പ് ആയാലും കമ്പനികളായാലും ആരംഭിക്കൂ ബിസിനസ്. ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മമാർക്ക് ബിസിനസ് ആരംഭിക്കാൻ ഒരുപാട് സാധ്യതകൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് പിറ്റേന്ന് കൊടി വെച്ച് അത് പൂട്ടിക്കോ എന്നുള്ളത് നോക്കണം. അതുകൊണ്ട് ജീവിതം ഇവിടെ ആയാലും സ്ഥാപനം പുറത്തായ വിരോധമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്ത് പണം ഉണ്ടാക്കണം, നിർബന്ധമാണ്. കൃഷിയായാലും കൊള്ളാം, പക്ഷെ അത് നമ്മൾ കൊടിവെച്ച് നശിപ്പിച്ചു. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ അവിടെ ഉദ്ഘാടനത്തിന് മുമ്പ് സമരപ്പന്തൽ വെച്ച് നമ്മൾ നശിപ്പിച്ചു. കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചു. ഇന്ന് പഠിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഭാഷയല്ലേ? അർത്ഥത്തിലല്ല നമ്മൾ പറഞ്ഞതിന്റെ ശുദ്ധമായ അർത്ഥത്തിലാണ്. ട്രാക്ടർ വന്നപ്പോൾ അതിൻ്റെ ഡീസൽ ടാങ്കിൽ നമ്മൾ മണ്ണും ഉപ്പും ഒക്കെ ഇട്ടു. സ്വാശ്രയ കോളേജ് വന്നപ്പോൾ നമ്മൾ കുട്ടികളെ കൊന്നു. ഇതൊക്കെയാണ് നമ്മുടെ നവകേരളം. അതുകൊണ്ട് പറയട്ടെ, മാറി ചിന്തിക്കുക. സുന്ദരമായ കേരള സൃഷ്ടിക്കായിക്കൊണ്ട് യത്നിക്കുക. സാമ്പത്തികമായി ഉയരാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്ന് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. ഇഷ്ടം പോലെ വലിയ മുതൽ മുടക്കില്ലാതെ പൈസ ഉണ്ടാക്കാം. കാരണം ഇന്നത്തെ നവീന സാങ്കേതിക വിദ്യകൾ അത്ര സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. നമ്മളൊക്കെ ചാണകസ്വാമി എന്നൊക്കെ വിളിക്കാറുണ്ട്. കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ചാണകം പോലെ പരിശുദ്ധമാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോയെന്ന് എനിക്ക് തന്നെ അത്ര ഉറപ്പൊന്നുമില്ല. അമേരിക്കയിൽ പെൻസിൽവാനിയ സ്റ്റേറ്റിൽ ഞാനൊരു ഒരു ഒരു കൗ സാങ്ച്വറി പോയിരുന്നു. ലക്ഷ്മി കൗ സാങ്ച്വറി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്ന, മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ ഡോക്ടറേറ്റ് ഉള്ളൊരു വ്യക്തിയാണ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ആ സാങ്ച്വറി തുടങ്ങിയത്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ വരുമാനം എന്താണ്?
അദ്ദേഹം പറഞ്ഞു, ചാണകം ഉണക്കി പരത്തി ചതുരത്തിൽ മുറിച്ച് നല്ല പേപ്പറിൽ പാക്ക് ചെയ്ത് വിൽക്കുകയാണ്. ഒറ്റ വരുമാനം കൊണ്ടാണ് ഏക്കർ കണക്കിനുള്ള ഭൂമിയിൽ 100 കണക്കിന് പശുക്കൾ സംരക്ഷിക്കപ്പെടുന്നതെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കഥ പറയല്ല, പേരെഴുതി വെച്ചോളൂ. ലക്ഷ്മി കൗ സാങ്ച്വറി, പെൻസിൽവാനിയ സ്റ്റേറ്റിലാണ്, അമേരിക്കയിൽ. ഇവിടെ സാധിക്കും. കാരണം അത്രയ്ക്കധികം ആൾക്കാർ നിത്യം അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, ഹോമം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ വേണ്ടത്ര പുകയില്ലാത്തത് കൊണ്ട്, ഇപ്പൊ പുകയുള്ള അടുപ്പുകൾ പൊതുവെ ഇല്ല, പുകയില്ലാത്തത് കൊണ്ട് അണുബാധകൾ കൂടുന്നുണ്ട്, രോഗങ്ങൾ പെരുകുന്നുണ്ട്. ഇപ്പൊ ദിവസവും ഒരല്പം ചാണകം വരടി കത്തിച്ച് അതിന്റെ പുകയൊന്ന് വീട്ടിൽ പരത്തിയാൽ ഡോക്ടർക്ക് കൊടുക്കണ പൈസയെങ്കിലും പകുതിയാക്കാൻ പറ്റും. തമാശ പറയാന്ന് വിചാരിക്കരുത്. സമ്പത്ത് ആർജിച്ചേ മതിയാവും. സാമ്പത്തികമായി താഴേക്ക് പോയാൽ നമ്മൾ ചവിട്ടി മതിക്കപ്പെടും, വിധേയരും ആശ്രിതരുമാകും. മറക്കരുത്. ഇനി പ്രധാനപ്പെട്ട 4ാമത്തെ സകാരം പറയട്ടെ, സംഘടന. സംഘടന വേണം, സംഘടിത ഭാവം നമുക്ക് വേണം. നിങ്ങൾ നായരാണോ, ഈഴവരാണോ, ചെറുമരാണോ, പുലയരാണോ, എന്തോ ആയിക്കോളൂ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഹിന്ദു എന്നുള്ളതിൽ സംഘടിതരായിരിക്കണം. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സംഘടിതരാവണം. ഒന്നിച്ചു നിന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് പഠിക്കണം. അതുകൊണ്ടാണല്ലോ വേദം അനുശാസിച്ചത് സംഗച്ഛധ്വം സമ്പദധ്വം എന്ന്. നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഈ ഉപദേശങ്ങൾ കേട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താമോ? എങ്കിൽ നമ്മൾ നിലനിൽക്കുകയല്ല, ഉയരുക തന്നെ ചെയ്യും. ധൂർത്തുകൾ ഒഴിവാക്കണം. കുടുംബത്തിലും സമാജത്തിലുള്ള ധൂർത്തുകൾ ഒഴിവാക്കണം. ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്നിച്ച് നമുക്ക് ഉയരാം. ഒന്നിച്ച്, ആ ഒന്നിച്ചുള്ള ഉയർച്ച മഹത്വപൂർണമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്തുന്നതിന് കൂടിയായിരിക്കും. ഇന്ന് തന്നെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഗദ്ഗുരു പദവിയിലേക്ക് ഭാരതത്തെ പുനരാനയിക്കാൻ നമുക്കൊക്കെ കർത്തവ്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.